നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു. ഏവർക്കും ന്യൂസ് കേരളയുടെ വിഷു ആശംസകൾ. മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും. നമ്മുടെ ഒരുമയെയും ഐക്യബോധത്തെയും ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ വിളംബരമാകട്ടെ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങളെന്ന് മുഖ്യമന്ത്രിയും വിഷു ഉത്സവം സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും ഒരുമയുടെയും ഭാവം കൊണ്ടുവരട്ടെ എന്ന് ഗവർണറും ആശംസിച്ചു. ഓശാനയോടനുബന്ധിച്ച് ഡൽഹി സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും സെക്രട്ട് ഹാർട്ട് കത്തീഡ്രലിലേക്ക് നടത്താനിരുന്ന കരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പ്രധാനമന്ത്രിയടക്കം BJP നേതാക്കൾ ക്രിസ്മസ്, ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പള്ളിയാണ് സെക്രട്ട് ഹാർട്ട് ദേവാലയം. ഇന്നലെ വൈകിട്ടായിരുന്നു കുരിശിൻ്റെ വഴി എന്ന പേരിൽ കരുത്തോല പ്രദക്ഷിണം നടത്താൻ തീരുമാനിച്ചു. അതിനുള്ള അനുമതിയാണ് നിഷേധിച്ചത്. സെക്രട്ട് ഹാർട്ട് പള്ളിയിൽ കരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച ദില്ലി പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിതെന്നും ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദില്ലിയിൽ ഓശാന പ്രദക്ഷിണം തടഞ്ഞതിൽ പ്രതിഷേധമറിയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് കത്തയച്ച് KC വേണുഗോപാൽ MP. മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നാക്രമണത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നുവെന്നും കഴിഞ്ഞ 15 വർഷം മുടക്കമില്ലാതെ നടന്ന കാര്യമാണിതെന്നും പ്രദക്ഷിണം തടഞ്ഞതിൻ്റെ കാരണം വ്യക്തമാക്കണമെന്നും KC വേണുഗോപാൽ കത്തിൽ ആവശ്യപ്പെട്ടു. കരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച ദില്ലി പോലീസിന്റെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ക്രൈസ്തവർക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കുമെതിരെ സംഘപരിവാർ ആക്രമണങ്ങൾ തുടരുന്നതിനിടയിലാണ് രാജ്യ തലസ്ഥാനത്തും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ക്രൈസ്തവ ആചാരത്തിന് വിലക്കേർപ്പെടുത്തിയതെന്നും മതപരമായ ഭിന്നിപ്പുണ്ടാക്കി വർഗീയത വളർത്തി എങ്ങനെയും ഭരണം നിലനിർത്തുകയെന്ന തന്ത്രമാണ് BJP സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദില്ലി സെക്രട്ട് ഹാർട്ട് പള്ളിയിൽ ഓശാന പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച സംഭവം സുരക്ഷാ നടപടിയുടെ ഭാഗമായിട്ടാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിഷയം രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നും കഴിഞ്ഞ ദിവസം ഹനുമാൻ ചാലിസയ്ക്കും അനുമതി നിഷേധിച്ചിരുന്നുവെന്നും പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനും CPM-നും വേറെ പണിയില്ലെന്നും വിമർശിച്ചു. പുകഴ്ത്തി ഭരണകർത്താക്കൾ ഉൾപ്പെടെയുള്ളവരെ ചീത്തയാക്കരുതെന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. ഓശാന ഞായറാഴ്ച കരുത്തോല ആശീർവാദത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. എല്ലാവരും ഭരണത്തിലിരിക്കുന്നവരെ ഒത്തിരി പുകഴ്ത്തുന്നുമെന്നും അധികാരത്തിലിരിക്കുന്നവരെ കാര്യങ്ങൾ അറിയിക്കേണ്ട കടമ ജനങ്ങൾക്കുണ്ടെന്നും വിശ്വാസത്തിന് ആരും അതീതരല്ലെന്നും ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. ശബരിമല ശ്രീകോവിലിൽ പൂജിച്ച അയ്യപ്പ ചിത്രം പതിച്ച സ്വർണ്ണ ലോക്കറ്റുകളുടെ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. വിതരണോദ്ഘാടനം രാവിലെ 8 മണിക്ക് കൊടിമരച്ചുവട്ടിൽ ദേവസ്വം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കും. പൊതുസമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരായ കേസിൽ CPI വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പിണറായി വിജയനെ ഭയന്ന് CPM നേതാക്കൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മത്സരിച്ച് പിന്തുണ നൽകുകയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരെ കേസ് വന്നപ്പോൾ ഈ നിലപാടല്ല CPM സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. CPI നേതാക്കൾക്ക് കാഴ്ചപ്പാടല്ല ആഴ്ചപ്പാടാണെന്നും ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നുവെന്നും സതീശൻ പരിഹസിച്ചു. ശക്തമാക്കി മുന്നോട്ട് പോകാൻ ആശമർ. രാപ്പകൽ സമരവും അനിശ്ചിതകാല നിരാഹാര സമരവും തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. ഓണത്തേറിയം കൂട്ടി നൽകാൻ തയ്യാറായ തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ആദരമർപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ആശാപ്രവർത്തകർ. ഏപ്രിൽ 21-നാണ് തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ആദരവ് അർപ്പിക്കുക. വിഭാഗം ആശാ തൊഴിലാളികളുടെ സമരം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സാംസ്കാരിക നായകന്മാർ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം സാംസ്കാരിക നായകന്മാരുടെ കൂട്ടായ്മ ആശാ തൊഴിലാളികളുടെ സമരത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDF പ്രവേശനം വേണമെന്ന് PV അൻവർ. നേതാക്കൾ വൈകാതെ ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ആർക്കാണ് വിജയസാധ്യതയെന്ന് UDF നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDF പ്രവേശനം സാധ്യമായില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കേണ്ടി വരുമെന്നും PV അൻവർ പറഞ്ഞു. മുതലപ്പൊഴിയിൽ അഴിമുഖം പൂർണ്ണമായും മണൽ മൂടിയതോടെ തുറമുഖത്ത് മത്സ്യബന്ധനം പൂർണ്ണമായി നിലച്ചു. കടലിൽ പോകാനാവാതെ തീരദേശവാസികൾ. ഉപജീവന പ്രതിസന്ധിയിലാണ് മീൻപിടുത്തക്കാർ. കടലിൽ പോകുന്നത് മരിയാപുരം, അഞ്ചുതെങ്ങ് മേഖലകളിൽ നിന്നാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ മാറ്റം കാര്യക്ഷമമല്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കോഴിക്കോട് അതിരൂപതയുടെ ആദ്യ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സന്ദർശിച്ചു. ദേവമാതാ കത്തീഡ്രൽ ഓശാന ചടങ്ങുകൾ നടക്കുന്നതിനിടെയാണ് ആശംസകളുമായി MV ഗോവിന്ദൻ എത്തിയത്. മന്ത്രി മുഹമ്മദ് റിയാസും കൂടെ ഉണ്ടായിരുന്നു. നഗരസഭ ഭിന്നശേഷിക്കാർക്ക് നിർമ്മിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് KB ഹെഡ്ഗവാറിന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ന്യായീകരണവുമായി BJP. ഹെഡ്ഗവാർ സ്വതന്ത്ര സമര പോരാളിയാണെന്നും ഹെഡ്ഗവാറിന്റെ പേരിലെ ആദ്യ സ്ഥാപനമല്ല ഇതെന്നും BJP നേതാക്കൾ പറഞ്ഞു. മുതിർന്ന CPM നേതാവ് മുൻ മന്ത്രിയുമായ VS അച്യുതാനന്ദൻ പിറന്നാൾ സമ്മാനമായി ആലപ്പുഴ മുഹമ്മയിൽ ഒരുക്കിയ ജനകീയ ലാബ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി P. പ്രസാദ് എത്താതിരുന്നതിനാൽ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP ലാബ് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക CPM നേതാക്കളുടെ എതിർപ്പിനെ തുടർന്നാണ് മന്ത്രി വരാതിരുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഷൈൻ ടോം ചാക്കോ പ്രതിയായ കോക്ടെയിൽ കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കോടതി. പിടിച്ചെടുത്ത കോക്ടെയിലിൻ്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ല. രഹസ്യവിവരം ലഭിച്ചുവെന്ന വാദം പോലീസ് പട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറഞ്ഞു. പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയില്ല എന്ന് തുടങ്ങിയ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ലെന്നും കോടതി ചൂണ്ടി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആണ് ഷൈൻ ടോം ചാക്കോയെ കോടതിയിൽ കേസിൽ കുറ്റവിമുക്തൻ ആക്കിയത്. സർക്കാരിന്റെ അപൂർവ രോഗ ചികിത്സാ പദ്ധതിക്ക് കൈത്താങ്ങാൻ വിഷു കൈനീട്ടം ആരംഭിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്ത് അപൂർവ രോഗങ്ങളുടെ സമഗ്ര ചികിത്സയ്ക്കായി സർക്കാർ കെയർ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുവെന്നും ഇതിലൂടെ അനേകം കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമാകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും 8 വയസ്സ് വരെയായിരുന്ന ചികിത്സ 12 വയസ്സ് വരെയായി ഉയർത്തിയെന്നും മന്ത്രി പറഞ്ഞു. അർദ്ധരാത്രിയിൽ പരിശോധന നടത്താനുള്ള പോലീസ് നടപടിയെ വിമർശിച്ച് UP സർക്കാർ കേസെടുത്ത് ജയിലിൽ അടച്ചിരുന്ന മാധ്യമപ്രവർത്തകൻ സിദ്ദീഖ് കാപ്പൻ. സാധാരണ പരിശോധന മാത്രമാണ് എന്നാണ് പോലീസ് പറഞ്ഞതെന്നും രാത്രി 12 മണിക്ക് ശേഷം തൻ്റെ വീട്ടിൽ ഉണ്ടായിരിക്കണമെന്ന് ജാമ്യാവസ്ഥയിൽ ഇല്ലെന്നും സിദ്ദീഖ് കാപ്പൻ പറഞ്ഞു. മാസത്തിൽ 2 തവണ ലക്നൗ കോടതികളിൽ പോകുന്നയാളാണ് താനെന്നും എല്ലാ ജാമ്യാവസ്ഥകളും കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേസിൽ പ്രതിയായിരുന്ന സർക്കാർ മുൻ അഭിഭാഷകൻ PG മനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.